റേഡിയേഷൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ രണ്ട് സർഫസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ രണ്ട് റേഡിയേറ്റിംഗ് സർഫസസ് ആണെന്ന് വെക്കുക. അപ്പോൾ സർഫസ് 1 എന്ന് പറയുന്ന ഒരു റേഡിയേറ്റിംഗ് സർഫസും 2 എന്ന് പറയുന്ന സർഫസ്, ഇതിനിടയ്ക്ക് ബിറ്റ്വീൻ ദീസ് ടു സർഫസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഈ രണ്ട് സർഫസസിനും അതിൻ്റേതായ എമിസിവിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ എമിസിവിറ്റി ε1 എന്നും ഇതിൻ്റെ എമിസിവിറ്റി എന്ന് പറയുന്നത് ε2 എന്നുമാണ് നോക്കുക. അപ്പം ഈ ഒരു സർഫസിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാതെ, വേറെ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാതെ, വേറെ ആൾട്ടർനേഷൻസ് ഒന്നും വരുത്താതെ ഇതിനിടയ്ക്ക് നമ്മളൊരു ഷീൽഡ് കൊണ്ട് പ്ലേസ് ചെയ്യും. ആ ഷീൽഡ് കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നത് ഈ രണ്ട് റേഡിയേറ്റിംഗ് സർഫസിനും ഇടയ്ക്ക് എയർ ആയിരുന്നു അല്ലേ, ആ എയറിൻ്റെ അടുത്ത് ഒരു ഷീൽഡും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഷീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ. റെസിസ്റ്റൻസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടുന്ന രീതിയിൽ, അതായത് ഹീറ്റ് ട്രാൻസ്ഫറിനെ എൻ്റെ റേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഷീൽഡാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു റേഡിയേറ്റിംഗ് സർഫസസ്, ദസ് ബൈ റെഡ്യൂസിങ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദീസ് ടു സർഫസസ്. ഈ രണ്ട് സർഫസിനും ഇടയ്ക്കുള്ള എന്ത് റെഡ്യൂസ് ചെയ്യപ്പെടും? ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ഷീൽഡ് അകത്തേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഷീൽഡിൻ്റെ പ്രസൻസ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയേഷൻ ഷീൽഡായിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷീൽഡിന് ഒരു എമിസിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് 3 എന്ന് പറയുന്ന ഇതാണ്, ഈ ഒരു സാധനമാണ് നമ്മുടെ എന്തായിട്ട് ഞാൻ എടുക്കുന്നത്, റേഡിയേഷൻ ഷീൽഡായിട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ റേഡിയേഷൻ ഷീൽഡ് എന്ന് വെക്കുക. അപ്പോൾ ഈ റേഡിയേഷൻ ഷീൽഡ് ഇതാണെങ്കിൽ ഇത് രണ്ടും റേഡിയേറ്റിംഗ് സർഫസസ് ആണ്. അപ്പോൾ ഈ റേഡിയേഷൻ ഷീൽഡിന് എന്തുണ്ടാവും? എമിസിവിറ്റി ഉണ്ടാവും, അത് ε3. ചിലപ്പോൾ രണ്ട് സർഫസിന് രണ്ട് എമിസിവിറ്റി ആയിരിക്കും. ഒരു സൈഡിന് ഇപ്പോൾ 1 എന്ന് പറയുന്ന സർഫസിനെ അല്ലെങ്കിൽ റേഡിയേറ്റീവ് സർഫസിനെ ഫേസ് ചെയ്യുന്നതിൻ്റെ എമിസിവിറ്റി ε3യും, ചിലപ്പോൾ 2 എന്ന് പറയുന്ന റേഡിയേറ്റീവ് സർഫസിനെ ഫേസ് ചെയ്യുന്ന എമിസിവിറ്റി ε4 ഒക്കെ ആവും. അതിപ്പോൾ രണ്ട് സ്ഥലവും ഒന്നായിട്ട് എടുത്തു. അതായത് ഈ രണ്ട് സർഫസിലും എമിസിവിറ്റീസ് എന്ന് പറയുന്നത് ε3 തന്നെയാണെന്ന് വെക്കാം. അപ്പം അവിടെ ഡയറക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആദ്യം എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്? 1-ൽ നിന്ന് 2-ലേക്കാണ് നടന്നുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് Q1 to 2 ആയിരുന്നു അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വി ഹാവ് ടു കൺസിഡർ എന്താണ്, ഈ ഒരു രണ്ട് സർഫസിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് 1 to 3 നടക്കും, പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 3 to നടക്കും 2 നടക്കും. അപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ. കാര്യം ഇവിടെ എക്സ്ട്രാ അവിടെ ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്യപ്പെടുന്നൊന്നുമില്ല. വി ആർ നോട്ട് റിമൂവിങ് എനി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഫോർ നമ്മൾ ആ റെഡ്യൂസ്ഡ് ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെയൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു ഷീൽഡ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടാണ്. അത് എന്തിനെ കൂട്ടിയിട്ടാണ് അവിടെ റേറ്റ് കുറയ്ക്കുന്നത്? റെസിസ്റ്റൻസ് കൂട്ടിയിട്ടാണ്. Therefore there is no extraction of heat from ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എക്സ്ട്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മെക്കാനിസത്തിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നില്ല. വി ആർ ഓൺലി ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് between the two radiating surfaces by placing a radiation shield. Therefore the heat exchange will be reduced, but there is no എക്സ്ട്രാക്ഷൻ ഓഫ് ഹീറ്റ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സാധനത്തിൽ നടക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഇതിനും ഇടയ്ക്ക് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് എനിക്ക് പറയാൻ പറ്റും. അതായത് Q1 to 3 നടക്കും, Q3 to 2 ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്ന രണ്ട് ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് റേഡിയേഷൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതായത് ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ടു റേഡിയേറ്റിംഗ് സർഫസസ്. This is done by either using material which are highly reflective materials ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രണ്ട് സർഫസ് റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, ഓർ ബൈ യൂസിങ് റേഡിയേറ്റിംഗ് ഷീൽഡ്സ്. ഓക്കെ, റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേഡിയേഷനെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം. അതർവൈസ് ബൈ യൂസിങ് ദ റേഡിയേറ്റിംഗ് ഷീൽഡ്സ്, അതായത് ഇത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, റേഡിയേറ്റിംഗ് ഷീൽഡ്സ് ഉപയോഗിക്കാം. അതെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, the radiation shields reduce the radiation heat transfer by effectively increasing the surface resistances without actually removing the heat from the overall system. ആ ഓവറോൾ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നില്ല, ഹീറ്റ് അത് റിമൂവ് നടക്കുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ഇൻക്രീസിങ് ദ സർഫസ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിൽ നമ്മളൊരു ഇക്വേഷൻ കാണാൻ പഠിക്കും. ഈ 1 to 3 ആണ് നമ്മളിപ്പോൾ ഇവിടെ റേഡിയേഷൻ ഷീൽഡ് ഇല്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വിത്തൗട്ട് റേഡിയേഷൻ ഷീൽഡ് വാട്ട് ഈസ് ദ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ്സ്. ഈ പാരലൽ പ്ലേറ്റ്സിനിടയ്ക്കുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട് കേട്ടോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല.
പറ്റുമെങ്കിൽ അത് നോക്കിയിരിക്കുക. അത് ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്, ചോദിച്ചിട്ടുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ അഡ്രസ്സ് ചെയ്തില്ല. അപ്പോൾ രണ്ട് പാരലൽ പ്ലേറ്റ്സിനകത്ത് ഇടയ്ക്കുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇവിടെ പഠിക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നു വിത്ത് നോ റേഡിയേഷൻ ഷീൽഡ്. വിത്ത് നോ, കാര്യം അതിന് രണ്ടിന് ശേഷമുള്ള ഹീറ്റ് ട്രാൻസ്ഫറാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ വിത്ത് നോ റേഡിയേഷൻ ഷീൽഡ് the net heat exchange between the parallel plates is given by. അപ്പം ആലോചിച്ചോളാം, ഈ ഷീൽഡ് ഇല്ല, ഈ റേഡിയേഷൻ ഷീൽഡ് ഇല്ല, അത് ഞങ്ങൾ മറയ്ക്കുവാണേ, ഈ സാധനം ഇല്ല. അപ്പോൾ ഈ 1 to 2 ആണ് അവിടെ ഇത് നടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് പറയും, Q1 to 2 1 2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. Q12 which is equal to A സിഗ്മ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, EB1 മൈനസ് EB2 ഇൻറ്റു മറ്റേ ഒരു സംഭവമില്ലേ, അതേ സാധനം തന്നെ, അതിനെ ജസ്റ്റ് ഒന്ന് ഇത് മാറ്റി, EB1 A സിഗ്മ T റേസ് ടു 4 എന്ന് പറയും. A സിഗ്മ ഇൻറ്റു സിഗ്മ അറിയാലോ, സ്റ്റീഫൻ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്, T1 റേസ് ടു 4 മൈനസ് 1ൽ നിന്ന് 2ലേക്കല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്ന സർഫസിന് ടെമ്പറേച്ചർ ഉണ്ടാവും T1, 2 എന്ന് പറയുന്ന സർഫസിന് ടെമ്പറേച്ചർ ഉണ്ടാവും T2. അപ്പോൾ T2 റേസ് ടു 4. തീർന്നില്ല, ഇവിടെ നമ്മൾ F ഇൻറ്റു A എന്ന് പറയുന്ന സാധനമല്ലേ, ആ എഫിൻ്റെ ഡിനോമിനേറ്റർ വരുന്ന ടൈം ഇതാണ്. 1 ഈ 1 എന്ന് പറയുന്ന സർഫസിൻ്റെ എമിസിവിറ്റി ε1 പ്ലസ് 2 എന്ന് പറയുന്ന സർഫസിൻ്റെ എമിസിവിറ്റി എന്താണ്, 1/ε2 മൈനസ് 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഡേറ്റാ ബുക്ക് കൊണ്ടിരിക്കേണ്ട, ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്തേക്കും. അപ്പോൾ റേഡിയേഷൻ, രണ്ട് പാരലൽ പ്ലേറ്റ്സിനിടയ്ക്ക് ഉള്ള റേഡിയേഷൻ റേഡിയേഷൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചിന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഇക്വേഷൻ വെൻ വി ആർ നോട്ട് യൂസിങ് ദ റേഡിയേഷൻ ഷീൽഡ്. ബട്ട് ഇഫ് റേഡിയേഷൻ ഷീൽഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു എന്താണ് സർഫസസ്, ദ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ഒക്വർ ഫ്രം 1 to 3. 1 to 3ലേക്ക് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇഫ് വി യൂസ് എന്താണ് റേഡിയേഷൻ ഷീൽഡ്, if we use the radiation shield having emissivity ε3 for both the surface, both surfaces, എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോത്ത് സർഫസസ് Q13, അതായത് 1-3 ആയിട്ടാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1-2 എന്ന് പറയുന്നത് വിത്തൗട്ട് റേഡിയേഷൻ ഷീൽഡാണ്. 1-3, അപ്പോൾ 1-3 ആയിട്ടാണ് ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ആദ്യം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും, ഇതേപോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ പാരലൽ പ്ലേറ്റ്സിൻ്റെ ഏരിയ സെയിം ആണെന്നുള്ളതാണ് A കോൺസ്റ്റൻ്റ് എടുത്തത്. സിഗ്മ നമുക്കറിയാം, യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. T1 റേസ് ടു 4ന് പകരം നമ്മൾ 1-ഉം 3-ഉം തമ്മിലല്ലേ, 1-ഉം 3-ഉം തമ്മിലാണ് അവിടേക്ക്. അപ്പം T1 റേസ് ടു 4 മൈനസ് 3 എന്ന് പറയുന്നത് T3 റേസ് ടു എന്തെടുക്കും 4 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്തൊക്കെയാണ്, 1-ഉം 3-ഉം അല്ലേ. അപ്പോൾ 1/ε1 പ്ലസ് 1 നമ്മൾ ε2ൻ്റെ കേസിൽ എന്തെടുക്കും, ε3 മൈനസ് 1 എടുക്കും. ഇത്ര വ്യത്യാസമുള്ളൂ, പ്രശ്നമില്ല. ഇതൊന്നും നോക്കിയാൽ ഇതും പറയാം. ഓക്കെ, ഇനി Q32 എന്തും എഴുതാം, 2 എഴുതാം. Q3 to 2 എഴുതാം. 3 to 2 എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, A ഇൻറ്റു സിഗ്മ ഇൻറ്റു T3 റൈസ് ടു 4 മൈനസ് T2 റൈസ് ടു 4 ഡിവൈഡ് ബൈ എന്താണ് 1/ε3 പ്ലസ് 1/ε2 മൈനസ് 1. പ്രശ്നമല്ലോ, 3 × 2 ആയതുകൊണ്ട്. ഇനി ഇവിടെ 3, ഇവിടെ ε4 അല്ലെങ്കിൽ 3A 3B എന്നൊക്കെ പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 3Aയും കൊടുക്കും, ഇവിടെ 3Bയും കൊടുക്കും. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഈക്വലാണ്. അതായത് Q13 എന്ന് പറയുന്നതും Q32 എന്ന് പറയുന്നതും ഈക്വലാണ്. അപ്പോൾ റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു. ദാറ്റ് മീൻസ് ഈ Q13 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ലെസ് ദാൻ Q12. 12-നേക്കാട്ടി കുറവായിരിക്കും. ബിക്കോസ് എന്താണ്, വി ഇൻട്രൊഡ്യൂസ്ഡ് എ ഹീറ്റ് റേഡിയേഷൻ ഷീൽഡ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ബട്ട് Q13-ഉം Q32 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അവിടെ റിമൂവൽ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും അവിടെ നടക്കുന്നില്ല. ഒരു എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പം ഇതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് എന്താണ്, ഇതിൻ്റെ എമിസിവിറ്റീസും ഇതിൻ്റെ ഏരിയയും
പിന്നെ മാത്രമേ ഉള്ളൂ. ഏരിയ കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ ആ റേഡിയേഷൻ ഷീൽഡിൻ്റെ എല്ലാത്തിൻ്റെ ഏരിയ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതും ഇറലവൻ്റ് ആയി. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ എമിസിവിറ്റി ഓഫ് എന്താണ് ആ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഷീൽഡിൻ്റെ എമിസിവിറ്റിയാണ് അതിന്. അപ്പോൾ നമുക്കിപ്പം ഹൈലി റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഈ തെർമോകപ്പിളിലൊക്കെ വെച്ചിട്ടൊക്കെ ഇതൊക്കെ ഈ റേഡിയേഷൻ ഷീൽഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ റേഡിയേഷൻ ഷീൽഡ് ആപ്ലിക്കേഷൻസൊക്കെ അതിൽ വരാറുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ T3 മിക്കപ്പോഴും തന്നിട്ടുണ്ടാവില്ല. T3 തരാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിൽ നോക്കിയിട്ട് ഈ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിൽ അൺനോൺ ആയിട്ട് കിടക്കുന്ന T3⁴ ഇവിടെ T3⁴ T1ഉം T2ഉം തന്നിട്ടുണ്ടാവും. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് T3ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെക്കും. അപ്പോൾ നോർമലി ഞാൻ T3 ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് പറയുവാണ്. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം. പക്ഷേ നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പം ആ പ്രോബ്ലത്തിൽ നമ്മൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ T3 എന്ത് ചെയ്തെടുക്കും, ഫോർമുലേറ്റ് ചെയ്തെടുക്കും. T3യുടെ വാല്യൂ ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാനും പറ്റും. കാര്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ചെയ്യണം. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് T3⁴ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് T1⁴ ഇൻറ്റു അത് T1⁴ എന്താണെന്നറിയോ, ഈ ഇതിൻ്റെ ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനം ഇത് 1/ε3 പ്ലസ് 1/ε2 - 1. ഓക്കെ, പ്ലസ് ഇനി T1⁴ കഴിഞ്ഞാൽ അടുത്ത സാധനം എന്ന് പറയുന്നത് T2⁴ ആണ്. T2⁴ ഇൻറ്റു ഈ ഒരു ഡിനോമിനേറ്റർ കിടക്കുന്ന 1/ε1 പ്ലസ് 1/ε3 - 1 ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സ് കൂടെ ആഡ് ചെയ്യുക. അതായത് 1/ε1 പ്ലസ് 1/ε3 - 1 പ്ലസ് 1/ε1 പ്ലസ് 1/ε3 പ്ലസ് 1/ε2 അല്ലേ, 1/ε2 -1. അപ്പോൾ ഈ രണ്ടിനും ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതങ്ങ് എഴുതി വെച്ചിരുന്നാൽ ചുമ്മാ കോംപ്ലിക്കേഷൻസ് പ്രോബ്ലം ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. കാര്യം മിക്കപ്പോഴും ചിലപ്പോൾ ഈ T3 അൺനോൺ ആയിരിക്കും. നമുക്ക് ആ റെഡ്യൂസ്ഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി ഉണ്ടാവുക. ഹീറ്റ് ട്രാൻസ്ഫർ Q13 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് T3 എന്തായാലും വേണം. അപ്പോൾ T3 വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും എഴുതിയതിന് ശേഷം ഇതിൽ അൺനോൺ ആയിട്ട് T3 നിൽക്കുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് വി ക്യാൻ ഫൈൻഡ് T3. അപ്പോൾ T3 കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്ത് Q13 കണ്ടുപിടിക്കും. Q13 ഇട്ട് കൊടുത്തിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടും. ഇതാണ് നോർമലി ചോദിക്കുന്ന ഒരു ടിപ്പിക്കൽ റേഡിയേഷൻ ഷീൽഡിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു സാധനം ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടാവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂ ഒരിക്കലും തെറ്റത്തില്ല, പെട്ടെന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചാൽ T1⁴ ഇൻറ്റു ഈ ഡിനോമിനേറ്റർ പ്ലസ് T2⁴ ഇൻറ്റു ഈ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഈ രണ്ട് ഡിനോമിനേറ്റർ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറും ഇതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഡിയേഷൻ ഷീൽഡിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രോബ്ലം എന്നുള്ള രീതിയിൽ. തിയറിയും ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ് റേഡിയേഷൻ ഷീൽഡിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ദ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ നെറ്റ് റേഡിയൻറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പെർ മീറ്റർ സ്ക്വയർ. അതായത് നെറ്റ് റേഡിയൻറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പെർ മീറ്റർ സ്ക്വയർ കണ്ടുപിടിക്കണം. ഏരിയ ഫോർ 2 ലാർജ് പാരലൽ പ്ലേറ്റ്സ്, അതായത് രണ്ട് ലാർജ് പാരലൽ പ്ലേറ്റ്സിനിടയ്ക്കുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് 1 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് സെയിം ഓഫ് 470. അപ്പോൾ ഇവിടുത്തെ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ഇത് T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 427 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 427 കെൽവിനിലേക്ക് മാറ്റുക, പ്ലസ് 273 ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 700 കെൽവിൻ എന്ന് കിട്ടും. ഇനി T2 എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 പ്ലസ് 273 വിച്ച് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ എന്ന് കിട്ടും. ഹോട്ട് പ്ലേറ്റ്, അപ്പോൾ അവിടെ ഒരു ഹോട്ട് പ്ലേറ്റ്, അത് ഹോട്ട് പ്ലേറ്റ് ടെമ്പറേച്ചർ കൂടിയ പ്ലേറ്റ്, അതായത് അതിപ്പം ε1 ആണ്, T1 ആണ് 700 കെൽവിൻ. അപ്പോൾ ഇത് 700 കെൽവിനും T2 എന്ന് പറയുന്നത് 300 കെൽവിനുമാണ്. അപ്പോൾ അതിൻ്റെ ε1 എന്ന് പറയുന്നത്, ε1 എന്ന് പറയുന്നത് 0.9 ആണ്. ആൻഡ് കോൾഡ് പ്ലേറ്റ് ε2 എന്ന് പറയുന്നത് 0.6 ആണ്. ഇഫ് ദ പോളിഷ്ഡ് അലുമിനിയം ഷീൽഡാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദം, ഫൈൻഡ് ദ പെർസെൻറ്റേജ് റിഡക്ഷൻ, അതായത് പെർസെൻറ്റേജ് റിഡക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ Q1 ഇതിവിടെ ഒരു റേഡിയേഷൻ ഷീൽഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഹാവിങ്
3 എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് എപ്സിലോൺ 3 ഒരു എപ്സിലോണേ തന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഒരേ എപ്സിലോൺ കൊടുത്തു. ഇവിടെ എപ്സിലോൺ 1, ഇവിടെ എന്താണ് എപ്സിലോൺ 2. അപ്പോൾ എപ്സിലോൺ 3 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് 0.4. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ റിഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വിത്തൗട്ട് ഷീൽഡ് നിങ്ങൾ പൂർണ്ണമായിട്ടും എഴുതുക. അതായത് ഇവിടെ എഴുതി എങ്ങനെയാണോ മാതിരി തന്നെ എഴുതുക. ഇഫ് നോ റേഡിയേഷൻ ഷീൽഡ്സ് ആർ പ്രൈസ്ഡ്, അല്ലെങ്കിൽ വിത്തൗട്ട് റേഡിയേഷൻ ഷീൽഡ് ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഗിവൻ ബൈ ദി ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തങ്ങ് പോകുന്നേ ഉള്ളൂ. വിത്തൗട്ട് ഷീൽഡ് Q1 2, അതായത് Q1 to 2 വിത്തൗട്ട് ഷീൽഡ് ഇക്വേഷൻ എന്താണ്? A ഇൻറ്റു സിഗ്മ T1 റേസ് ടു 4, അതായത് 1 T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 ഡിവൈഡ് ബൈ 1 ബൈ എപ്സിലോൺ 1 പ്ലസ് 1 ബൈ എന്താണ് എപ്സിലോൺ 2, ദാറ്റ് ഈസ് 1 ബൈ എപ്സിലോൺ 2 മൈനസ് 1. ഓക്കെ, അപ്പോൾ ഏരിയ പറഞ്ഞിരിക്കുന്നത് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് 1 മീറ്റർ സ്ക്വയർ എന്ന് അസ്യൂം ചെയ്യാം. 1 ഇൻറ്റു സിഗ്മ എന്ന് പറഞ്ഞാൽ 5.67 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. T1 റേസ് ടു 4 700 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 300 റേസ് ടു 4 the whole divided by 1 by epsilon 1 0.9 plus 1 by epsilon 2 0.6 minus 1 which is equal to Q12 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അറൗണ്ട് ഈ ഒരു വാല്യൂ കിട്ടും 740 2.6 watts എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ, ദിസ് ഈസ് ദ വാല്യൂ. അപ്പോൾ Q12 എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഷീൽഡ് ആണ്. ഇനി വിത്ത് ദ റേഡിയേഷൻ ഷീൽഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എന്താണ് ദ ഹീറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് Q13. 1ഉം 3ഉം തമ്മിലുള്ള ഇക്വേഷൻ എഴുതണം. Q13 എഴുതുമ്പോൾ A ഇൻറ്റു സിഗ്മ ഇൻറ്റു T1 റേസ് ടു 4 മൈനസ് T3 റേസ് ടു 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ എപ്സിലോൺ 1 പ്ലസ് 1 ബൈ എപ്സിലോൺ 3 മൈനസ് 1. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് 1 ആണ്. സിഗ്മ 5.67 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഇൻറ്റു T1 റേസ് ടു 4 വിച്ച് ഈസ് 700 റേസ് ടു 4 മൈനസ് T3 റേസ് ടു 4 എനിക്ക് അറിഞ്ഞൂടാ. T3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 1 by epsilon 1 which is equal to 0.9 plus 1 by epsilon 3 0.4 minus 1. Okay, this is the equation. Then what is Q32? 3 to 2 നമ്മൾ കൺസിഡർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ A ഇൻറ്റു സിഗ്മ ഇൻറ്റു T3 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 by epsilon 3 plus 1 by epsilon 2 minus 1 which is equal to 1 into 5.67 into 10 raised to minus 8 into T3 raised to 4 which is unknown minus T2 raised to 4. T2 is equal to 300 Kelvin. Therefore 300 raised to 4 divided by 1 by epsilon 3 is actually equal to 0.4 plus 1 by epsilon 2 which is actually equal to 0.6 minus 1. So we we cannot find Q32, Q1 or Q13 without knowing T3. Now we have to find T3. അപ്പോൾ T3 കണ്ടുപിടിക്കുന്നതിന് വേണ്ടി we know that നമുക്ക് എന്ത് പറയാൻ പറ്റും? We know that Q13 is equal to Q32. So by equating these two values of heat transfer or heat transfer rate we can find T3. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ 5.67 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഇൻറ്റു 700 റേസ് ടു 4 മൈനസ് T3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തുണ്ട് 1 ബൈ 0.9 പ്ലസ് 1 ബൈ 0.4 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്തായിട്ടും 5.67 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഇൻറ്റു T3 റേസ് ടു 4 മൈനസ് 300 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 1 by 0.4 plus 1 by 0.6 minus 1. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ബാക്കിയുള്ള എന്താണ് 700 റേസ് ടു 4 മൈനസ് T3 റേസ് ടു 4 ഡിവൈഡ് ബൈ 1 by 0.9 പ്ലസ് 1 by 0.4 മൈനസ് 1 that is 2.61 which is equal to T3 raised to 4 minus 300 raised to 4 divided by എത്രയാണ് ഇതിങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഡയറക്റ്റും ചെയ്യാൻ കേട്ടോ. ഞാൻ പിന്നെ ഇത് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. 1 by 0.4 പ്ലസ് 1 by 0.6
മൈനസ് 1 is equal to 3.16. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഇത് ചെയ്യുക. ഇതിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ആയാലോ. അപ്പോൾ എന്ത് കിട്ടും? 3.16 ഇൻറ്റു 700 raised to 4 മൈനസ് T3 raised to 4 which is equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.61 ഇൻറ്റു T3 raised to 4 മൈനസ് 300 raised to 4. ഇത് ബ്രാക്കറ്റിനകത്ത് കിട്ടി കഴിഞ്ഞാൽ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 700 raised to 4 is equal to 7.6 into 10 raised to 11. Okay, മൈനസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.16 T3 raised to 4 which is equal to ഇത് 2.61 T3 raised to 4. ഇതും കൂടെ ചെയ്യുമ്പോൾ മൈനസ് 2.61 into 300 raised to 4. So we have minus 2.11 into 10 raised to 10. ഈ 1 ഇതൊക്കെ ഇത് ഇത്രയും വലിയ വാല്യൂസൊക്കെ വരുന്നതുകൊണ്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ വരാം നമ്മൾ പോയിൻ്റ് എടുക്കുന്നതനുസരിച്ച് എത്ര ഡെസിമൽസ് എടുക്കുന്നതോളം. 10⁻11 കിടക്കുക, ഡെസിമലല്ല കിടക്കുക. അപ്പം ഇത് രണ്ടും കൂടി ഇങ്ങപ്പുറത്ത് ഇതങ്ങ് അപ്പുറത്തുണ്ടോ ഇതങ്ങ് അപ്പുറത്തുണ്ടോ. അപ്പോൾ എന്താ 7.6 ഇൻറ്റു 10 raised to 11 ഇതിങ്ങപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2.11 ഇൻറ്റു 10 raised to 10 is equal to 2.61 T3 raised to 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താണ് പ്ലസ് 3.16 T3 raised to 4. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.6 പ്ലസ് 3.1 5.7 T3 raised to 4. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴോ 7.6 ഇൻറ്റു e raised to 11 sorry 10 raised to 11 plus 2.11 into e raised to 10 raised to 10 7 ഇതൊക്കെയാണെന്ന് തോന്നുന്നു 10 raised to 11. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് T3 raised to 4 എന്ന് പറയുന്നത് നമുക്ക് അത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ഇതിങ്ങിപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിവൈഡഡ് ബൈ 5.7. ഓക്കെ, 1.37 into 10 raised to 11 square root of then അത് വരി ഇങ്ങനെയാണ് ചെയ്യുന്ന ഷിഫ്റ്റ് ചെയ്ത് ഇതൊക്കെ തന്നെ. ഓക്കെ, 600 എന്ന് കിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഇത് കേട്ടോ. T3 is equal to 600 Kelvin. നിങ്ങൾക്ക് അറൗണ്ട് ഇത് വരുമായിരിക്കും. കാര്യം ഈ 10 raised to 11 കിടക്കുന്നുണ്ടേ. 10 raised to 11 കിടക്കുന്നത് നമ്മൾ എത്ര ഡെസിമൽ പോയിൻ്റ് എടുക്കുന്നതനുസരിച്ച് ഒരുപാട് വേരിയേഷൻ വരും. അപ്പം നിങ്ങൾ മാക്സിമം ഡെസിമൽ ഒരു 3-4 ഒക്കെ എടുത്ത് ചെയ്യുക. അപ്പോൾ ഇത് കൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ടെസ്റ്റിൽ 599 ഉണ്ടാക്കിയാണ്. അപ്പോൾ 600 Kelvin വന്നു. അപ്പം T3 is equal to 600 Kelvin വന്നു. അതെടുത്തിട്ട് ചെയ്യുക. 600 അല്ല, ഞാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. പോട്ടെ, കിട്ടുന്ന വാല്യൂ എഴുതുക. കാര്യം ഡെസിമൽ എത്ര എടുക്കുന്നതനുസരിച്ച് വലിയ വേരിയേഷൻ വരും. അപ്പോൾ T3 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q13 കണ്ടുപിടിച്ചൂടെ. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, 2 ഈക്വൽ ആയിരിക്കും. Q13 is equal to നമ്മുടെ ഈ വാല്യൂ ഇതിൽ എന്താണ് T3 raised to 4 കൊടുക്കുക. Q13 ഞാൻ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, അത് 259.1 watts എന്ന് കിട്ടും. സോ വി ഹാവ് Q13 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിഡക്ഷൻ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ച്, റിഡക്ഷൻ ഇൻ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ കുറച്ചാൽ മതി. അതായത് Q12 കൂടുതലായിരിക്കും, Q13 കുറവായിരിക്കും. ഇപ്പോൾ Q12 നമ്മൾ ആദ്യം ചെയ്തു അല്ലേ. അപ്പോൾ ആ കിട്ടുന്ന സാധനം 7402.6 മൈനസ് കിട്ടുന്ന 6 എത്ര 600 259.1. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ എന്ന് പറയുന്നത് 7143.5 watts. ഇനി പെർസെൻറ്റേജ് റിഡക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ റിഡക്ഷനെ നമ്മൾ ആ വലിയ സംഖ്യ കൊണ്ട് ഭാഗിക്കണം. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് Q12 മൈനസ് Q13 വലുതും ചെറുത് കുറച്ച് വലുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്തിടുക. അതായത് ഈ വാല്യൂ അതായത് 7143.5 ഡിവൈഡ് ബൈ Q12 അതായത് 7402.6 ഇത് ചെയ്യുമ്പോഴത്തേക്ക് 0.6
965 എന്ന് കിട്ടും. വേണമെങ്കിൽ 96.5 എന്തെന്ന് എഴുതാം, അതിനെ പെർസെൻറ്റേജ് എഴുതാം. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റേഡിയേഷൻ ഷീൽഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് റെഡ്യൂസ് ഹീറ്റ് ട്രാൻസ്ഫർ വേണമെങ്കിൽ ഒരു ഷീൽഡ് അടിച്ച് കയറ്റി കൊടുത്താൽ മതി, വിച്ച് ഈസ് ഹാവിങ് ഹൈ റിഫ്ലക്റ്റിവിറ്റിയൊക്കെ ഉള്ള ഒരു ഷീൽഡ് അടിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് അതിന് റെസ്പോണ്ടിങ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കാണ്ട് വരും. ഇനി നമുക്ക് ഇതിപ്പോൾ രണ്ട് സർഫസ് ആണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് എമിസിവിറ്റീസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതും എന്ന് ഉള്ളത് മാത്രം ഞാനൊന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാം. അതുകൂടെ വെച്ചിട്ട് നിങ്ങൾ റേഡിയേഷൻ ഷീൽഡിൻ്റെ ഇത്രയേ ഉള്ളൂ, ഈ ഒരു രീതിയിലായിരിക്കും റേഡിയേഷൻ ഷീൽഡ് വരുന്നത്. ഈ ഒരു രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ റേഡിയേഷൻ ഷീൽഡിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് എമിസിവിറ്റീസ് ഇൻ ടു ആ ഒരു രണ്ട് സർഫസസിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ. 2 പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. 1 at 1000 Kelvin വിത്ത് എമിസിവിറ്റി 0.8. 1 എന്ന് പറയുന്ന സർഫസ് T1 1000 Kelvin epsilon 1 0.8. അതർ ഈസ് അറ്റ് 300 Kelvin. അടുത്ത സർഫസ് സെക്കൻഡ് സർഫസ് T2 300 Kelvin epsilon 2 emissivity 0.6. Okay, 300 Kelvin 0.6. A radiation shield is placed between them. ഇതിനിടയ്ക്ക് ഒരു റേഡിയേഷൻ ഷീൽഡ് വെച്ചു. സർഫസ് 3 അതാണ് നമ്മുടെ ഷീൽഡ്. അപ്പോൾ ഇതാ റേഡിയേഷൻ ഷീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. ദ ഷീൽഡ് ഹാസ് എമിസിവിറ്റി 0.1 ഓൺ ദി സൈഡ് ഫേസിങ് ഹോട്ട് പ്ലേറ്റ്. ഇതല്ലേ ഹോട്ട്. അപ്പോൾ ഹോട്ട് പ്ലേറ്റിനെ പ്ലേസ് ചെയ്യുന്ന സൈഡ് ഇത് എപ്സിലോൺ 3H എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ എപ്സിലോൺ 3H എന്ന് പറയുന്നത് 0.1 ആണ്. ആൻഡ് 0.3 ഓൺ ദ സൈഡ് ഫേസിങ് കോൾഡ് പ്ലേറ്റ്. കോൾഡ് പ്ലേറ്റ് ആകുമ്പോൾ എപ്സിലോൺ 3C എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എപ്സിലോൺ 1, ഇവിടെ എപ്സിലോൺ 2. ഓക്കെ, അപ്പോൾ എപ്സിലോൺ 3C എന്ന് പറയുന്നത് എത്രയെന്ന് കൊടുത്തു, 0.3 എന്നും പറഞ്ഞു. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് ഇതേ സാധനം ക്വസ്റ്റ്യൻ. അപ്പം വിത്തൗട്ട് ഷീൽഡ് Q12 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എ സിഗ്മ ഏരിയ തന്നിട്ടില്ലെങ്കിൽ മീറ്റർ സ്ക്വയർ 1 മീറ്റർ സ്ക്വയർ എടുത്താൽ മതി. യൂണിറ്റ് കൊടുക്കുമ്പം വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കൊടുക്കണം കേട്ടോ. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മീറ്റർ സ്ക്വയർ ഏരിയ കൊണ്ട് 1 മീറ്റർ സ്ക്വയർ അല്ലേ അടുത്തത്. അപ്പോൾ ഇതിവിടെ Q മീറ്റർ സ്ക്വയർ കൊടുക്കുക. ഓക്കെ, അപ്പം അവിടെ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഏരിയ സിഗ്മ tier 1 raised to 4 minus T2 raised to 4 divided by 1 by epsilon 1 പ്ലസ് ഇവിടുത്തെ ഇത് പ്ലസ് ഇവിടുത്തത് അല്ലേ 1 by epsilon 2 minus 1. ഇത് ചെയ്യുമ്പോൾ ആൻസർ ഞാനിത് ആൻസർ അങ്ങ് പറയുവാണ്, ചുമ്മാ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. 2992 watts per meter square. ഓക്കെ, ഇനി അടുത്ത വിത്ത് ഷീൽഡ് ആണെങ്കിൽ Q13 എഴുതാമല്ലോ. Q13 എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, Q13H ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ Q13H എഴുതുമ്പോൾ സിഗ്മ അല്ലെങ്കിൽ എ സിഗ്മ T1 raised to 4 മൈനസ് എന്താണ് T3. അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ സെയിം തന്നെയാണ്, ഇവിടെ ഒറ്റ ടെമ്പറേച്ചറേ ഉള്ളൂ, ദാറ്റ് ഈസ് T3 വിച്ച് ഈസ് അൺനോൺ ഡിവൈഡഡ് ബൈ 1 by epsilon 1 പ്ലസ് ഈ ഒരു രണ്ടെണ്ണമാണ് എടുക്കേണ്ടത് 1 by epsilon 3H minus 1. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതുക. നമ്മൾ നേരത്തെ മാതിരി ഇവിടെ എഴുതുക. എന്തായിരിക്കും അൺനോൺ? T3 raised to 4 അൺനോൺ ആയിരിക്കും. ഇനി അടുത്ത Q32 എഴുതുക. 32 എഴുതി കഴിഞ്ഞാൽ എ സിഗ്മ ഇപ്പോൾ 3H ഒന്നും വേണ്ട, 3 എന്നും 32 എന്നും എഴുതിയാൽ മതി. അപ്പം T3 raised to 4 മൈനസ് ഇവിടെ എന്താണ് T2 raised to 4 ഡിവൈഡഡ് ബൈ 1 by എന്താണ് epsilon 3C പ്ലസ് 1 by epsilon 2 മൈനസ് 1. ഇവിടെ നിന്ന് നമുക്ക് T3 raised to 4 അൺനോൺ ആണ്. ഒന്നുകിൽ നിങ്ങൾ ഈ മാതിരി ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? T3 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 3Tയുടെ വാല്യൂ ഞാനങ്ങ് പറയുവാന്ന്. T3 is equal to 732 Kelvin എന്ന് കിട്ടും. ഓക്കെ, T3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q13 കണ്ടുപിടിച്ചൂടെ? ഇപ്പോൾ Q13യുടെ വാല്യൂ ഇവിടെ അങ്ങ് എഴുതാം. Q13യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അത് 3943.5 ഇത്രയും വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം പെർസെൻറ്റേജ് റിഡക്ഷൻ കിട്ടുന്നത് നേരത്തെ പോലെ അങ്ങ് ചെയ്താൽ മതി, ഇനി അത് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയുന്നില്ല. 86.5%. ഓക്കെ, ദിസ് ഇസ് ആൻസർ. അപ്പോൾ ഇത് വെച്ചിട്ട് റേഡിയേഷൻ ഷീൽഡ് കഴിഞ്ഞു, മൊഡ്യൂൾ 5 കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മൊഡ്യൂൾ 6